സംസാരത്തിന്റെ കുറവനുസരിച്ച് അറിവിന്റെ ആക്കം മനസ്സിലാക്കിക്കൊള്ളണം. ഒന്നും അറിയില്ല, സിനിമയെപ്പറ്റി ഒരു കാര്യവും അറിയില്ലെങ്കിലും സിനിമയെ പറ്റിയിട്ടൊരു നിരൂപണം അട്ടിക്കും. ഗംഭീരായിരുന്നു, ആ നടി പോരായിരുന്നു, പാട്ടുകളൊക്കെ കുറച്ചുകൂടെ നന്നാവായിരുന്നു, അതിനൊന്നും അർത്ഥമില്ല, അങ്ങനെ ഒരു അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് തരക്കേടില്ലായിരുന്നു. ഒന്നും നന്നായി എന്ന് നമ്മൾ പറയില്ലല്ലോ, എല്ലാം തരക്കേടില്ലായിരുന്നു, കുഴപ്പമില്ല, തരക്കേടില്ല, അങ്ങനെ അഭിപ്രായം പറഞ്ഞപ്പോ സിനിമ ഇന്റർവ്യൂകാരൻ ചോദിക്കുകയാണ്, ഈ സിനിമ ഇതേ ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഒരു പ്രാവശ്യം കൂടി കാണാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ നമ്മളിൽ എത്ര പേര് അതിന് തയ്യാറാവും? അത് പിന്നെ ടി വിയിൽ വരുമ്പോഴോ അല്ലെങ്കിൽ CD എടുത്തിട്ടോ കണ്ടോളാം. ഗുരുവായൂർ അമ്പലത്തിൽ പോയി പുറത്തിറങ്ങിയ നമ്മളോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ടായിരുന്നു ദർശനം? ദർശനം എന്ന് പറഞ്ഞാൽ കണ്ണു തുറന്നിരുന്ന് കാണുന്നതിനെയാണ്. ശ്രീകോവിലിന്റെ മുമ്പിൽ ചെന്നപ്പോ കണ്ണടക്കിയാണ് ചെയ്തത്. അവിടെ ചെന്നിട്ട് പറയുകയാണ്, ചോദിക്കുകയാണ് എങ്ങനെയുണ്ടായിരുന്നു ദർശനം? ഒട്ടും സംശയമില്ല നമുക്ക് പറയാൻ, ഗംഭീരമായിരുന്നു ദർശനം. ഇതേപോലത്തെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഒരു പ്രാവശ്യം കൂടി ഗുരുവായൂർ വരാൻ തരായാ വരുമോ? ഒരു പ്രാവശ്യമല്ല, ഇതേ ബുദ്ധിമുട്ടുകളല്ല, ഇതിലും ബുദ്ധിമുട്ടുകൾ സഹിച്ച് 1000 പ്രാവശ്യം ഇവിടെ വരാനുള്ള ഭാഗ്യമുണ്ടാകണേ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. നമ്മൾ രണ്ടിടത്തും പോയിട്ടുണ്ട്, സിനിമാ തിയേറ്ററിലും പോയിട്ടുണ്ട്, ഗുരുവായൂർ അമ്പലത്തിലും പോയിട്ടുണ്ട്. കണ്ണു തുറന്നും ദർശനം ഉണ്ടായിട്ടുണ്ട്, കണ്ണടച്ചും ദർശനം ഉണ്ടായിട്ടുണ്ട്. കണ്ണടച്ചിട്ടുള്ള ദർശനത്തിന് വേണ്ടി വീണ്ടും വീണ്ടും ഗുരുവായൂർ മുതലായ അമ്പലങ്ങളിൽ മണിക്കൂറുകളോളം ആചാരാനുഷ്ഠാനത്തോടുകൂടി ക്യൂ നിൽക്കാൻ തയ്യാറായിട്ടുള്ള നമുക്ക് അനുഭവം കൊണ്ടറിയാം, സിനിമാ തിയേറ്ററിനകത്തൂടെ കയറി ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമല്ല ക്ഷേത്രത്തിനകത്തൂടെ കയറി ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്നത്. രണ്ടും ഭൂമിക്ക് മുകളിൽ കല്ലും മണ്ണും മരങ്ങളും കൊണ്ട് കെട്ടിപ്പടുത്തുയർത്തിയ കെട്ടിടങ്ങളാണെങ്കിലും രണ്ടിലൂടെയും കടന്നിറങ്ങുന്ന മനുഷ്യന്റെ മനസ്സിൽ ആ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്ന ആക്കത്തിന് വ്യത്യാസമുണ്ട് എന്ന് അനുഭവം കൊണ്ട് തിരിച്ചറിഞ്ഞതാണ് നമ്മൾ. നമുക്ക് വേറെ പ്രമാണമൊന്നും ആവശ്യമല്ല ക്ഷേത്രങ്ങൾ സമാധാനം തരും എന്ന് സ്ഥാപിക്കാൻ. ക്ഷേത്രങ്ങൾ സമാധാനം തരും എന്ന് സ്ഥാപിക്കാൻ അനുഭവം ഉള്ളവരാണ് നമ്മൾ. അപ്പോൾ ഈ അനുഭവമുണ്ട് എന്നുള്ളത് കൊണ്ട് ക്ഷേത്രത്തിന്റെ പിന്നിലെ ശാസ്ത്രത്തിലേക്കൊന്ന് പോവുകയാണ്. ഇതെന്താ ഇങ്ങനെ, എന്താ ഈ ക്ഷേത്രത്തിൽ പോയി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാക്കുന്നത്? ചിന്തിക്കുന്നവരല്ലെങ്കിലും ചിന്തിക്കുന്നവരെന്ന് വിശ്വസിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് വലിയ ചിന്തയൊന്നുമില്ല, നമ്മുടെ വിചാരം മഹാചിന്തകന്മാരാണെന്നാണ്. വലിയ ചിന്തയൊന്നുമില്ല. എങ്ങനെ ഇത്ര ഉറപ്പിച്ച് പറയണേ? പ്രതികരിക്കേണ്ടുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ തൻ കാര്യം മാത്രം നോക്കി പ്രതികരിക്കാതെ പോകുന്നു ഞാനും നിങ്ങളുമടക്കമുള്ള നമ്മുടെ സമൂഹം എന്നുള്ളതുകൊണ്ട് ചിന്തിക്കുന്നവരെന്ന് അഭിമാനിക്കാൻ ആഗ്രഹിക്കുന്നു, ചിന്തിക്കുന്നില്ല. അപ്പോൾ സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ചിന്തിക്കുന്നവർ. ചിന്തിക്കുന്നവർ അങ്ങനെ ആലോചിക്കുക. അപ്പൊ എന്താണ് അമ്പലത്തിന്റെ പ്രത്യേകത? രണ്ടും കല്ലും മണ്ണും മരങ്ങളുമാണ്. പക്ഷെ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു പ്രത്യേകത, സിനിമാ തിയേറ്ററിൽ പോകുമ്പോൾ വേറൊരു അനുഭവം. അതെന്താണെന്ന് നോക്കാൻ പോവാണ്. ഈ ക്ഷേത്രം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ഭൂമിക്ക് മുകളിൽ ഇപ്പോഴും അപ്പോഴും ഒരു വസ്തു വ്യാപിച്ചു കിടപ്പുണ്ട്. അത് ഭൂമിയുടെ കാന്തിക മേഖലയാണ്. ഭൂമി ഒരു വലിയ കാന്തമായതുകൊണ്ട്, സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ് നമ്മളതെല്ലാം, വലിയ കാന്തത്തിനൊരു വലിയ മാഗ്നറ്റിക് ഫീൽഡുണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡിനെ തളം കെട്ടി നിർത്തി അധ്യാത്മവത്കരിക്കാമെന്ന് മഹർഷീശ്വരന്മാര് ഉൾക്കണ്ണുകൊണ്ട് കണ്ടറിഞ്ഞു. അപ്പൊ ഈ മഹർഷീശ്വരന്മാര് കണ്ടറിഞ്ഞു, സായിപ്പ് കണ്ടറിഞ്ഞു എന്ന് പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റൈൻ കണ്ടുപിടിച്ചതാണെന്ന് പറഞ്ഞാൽ വലിയ സംശയമൊന്നുമില്ല, ഇറ്റ് ഈസ് ഓക്കെ. മഹർഷിമാര് കണ്ടുപിടിച്ചതാണെന്ന് പറഞ്ഞാൽ ഒന്ന് ചോദ്യം ചെയ്തേ പറ്റുള്ളൂ. കാരണം മഹർഷിമാര് കള്ളന്മാരാണെന്ന് നമുക്കൊരു ധാരണ അറിയാതെ കൂടിയിട്ടുണ്ട്. എങ്ങനെയാ അത് കൂടിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ മഹർഷീശ്വരന്മാരുടെ ഉൾക്കണ്ണുകൊണ്ട് കണ്ടറിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെ ലോകത്ത് ജീവിക്കുന്ന നമുക്കതൊന്നും അത്ര അംഗീകരിക്കാൻ പറ്റില്ല. അംഗീകരിക്കാൻ പറ്റാത്തവർക്ക് വിവരമില്ല എന്നാണ് എന്റെ അഭിപ്രായം. ശാസ്ത്രത്തിന്റെ വഴികളെക്കുറിച്ച് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ഉൾവിളിയിൽ നിന്നുണർന്നു വരുന്ന അറിവുകളെ തഴുകാൻ നമ്മൾ മടിക്കുന്നത്. കാരണം ശാസ്ത്രജ്ഞന്മാരുടെ, ആധുനിക ശാസ്ത്രജ്ഞന്മാരുടെ ജീവചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഇതൊന്നും സ്കൂളുകളിൽ പഠിപ്പിക്കാറില്ല. അതുകൊണ്ട് ഇവരുടെ ആരുടെയും ഒന്നും നമുക്കറിയില്ല. വായിച്ചു നോക്കുകയാണെങ്കിൽ ലോകത്ത് ഇന്നുവരെയുള്ള എല്ലാ ആധുനിക കണ്ടുപിടുത്തങ്ങളും ഉൾവിളിയുടെ കണ്ടുപിടുത്തങ്ങളാണ്, ബുദ്ധിയുടെ കണ്ടുപിടുത്തങ്ങളല്ല. നിങ്ങൾ ശാസ്ത്രജ്ഞന്മാരുടെ ജീവിതം പരിശോധിച്ചു നോക്കാവുന്നതാണ്. ഒരൊറ്റ കണ്ടുപിടുത്തം പോലും ബുദ്ധിയുടെ കണ്ടുപിടുത്തമല്ല. എല്ലാ കണ്ടുപിടുത്തവും ആക്സിഡന്റൽ എന്നാണ് അവർ വിളിക്കുന്നത്.
ഉൾവിളിയുടെ കണ്ടുപിടുത്തങ്ങളാണ്. ഉറങ്ങിക്കിടക്കുമ്പോഴാണ് കെക്യുലെ എന്ന മഹാശാസ്ത്രജ്ഞന് ബെൻസീൻ എന്ന കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ പിടികിട്ടുന്നത്. ആ ബെൻസീൻ എന്ന കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ അന്ന് പിടികിട്ടിയത് കൊണ്ടാണ് മെഡിക്കൽ സയൻസ് ഇന്ന് ഇത്രയും മുന്നിട്ട് വന്നത്. ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നം കണ്ടു. ആൽബർട്ട് ഐൻസ്റ്റൈൻ റിലേറ്റിവിറ്റി തിയറിയെ കുറിച്ച് ചിന്തിക്കാൻ കാരണം ഒരു പ്രാവശ്യം ട്രെയിൻ യാത്ര നടത്തുമ്പോൾ വലത്ത് കണ്ടിരുന്ന സ്ഥലങ്ങളെല്ലാം തിരിച്ചു വന്നപ്പം ഇടതുഭാഗത്തായി. അപ്പോൾ യഥാർത്ഥത്തിൽ വലത്തേതാണ് ഇടത്തേതാണെന്ന് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ ശാസ്ത്രജ്ഞന്മാരും, ആധുനിക ശാസ്ത്രജ്ഞന്മാർ പോലും ഉൾവിളിയിൽ നിന്നാണ് കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കുന്നത്. അവരുടെ ഉൾവിളിയിലേക്കുള്ള ഗതി എങ്ങനെയാണ്? ആധുനിക ശാസ്ത്രജ്ഞന്മാർക്ക് അബദ്ധത്തിൽ മാത്രമേ ഉൾവിളിയുടെ തലത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. മഹർഷീശ്വരന്മാർക്കോ യഥേഷ്ടം ഉൾവിളിയുടെ തലത്തിൽ പോകാനും ഇറങ്ങി വരാനും സാധിക്കും. ഉൾവിളിയുടെ തലത്തിലേക്ക് യഥേഷ്ടം കയറി ഇറങ്ങാൻ സാധിക്കുന്ന മഹർഷീശ്വരന്മാരാണോ, അതോ അബദ്ധത്തിൽ മാത്രം ഉൾവിളിയുടെ തലത്തിലേക്ക് കയറാൻ സാധ്യത ലഭിക്കുന്ന ആധുനിക ശാസ്ത്രജ്ഞന്മാരാണോ വലിയ ശാസ്ത്രജ്ഞന്മാര്? എനിക്കതിൽ സംശയമില്ല. മഹർഷീശ്വരന്മാര് തന്നെയാണ് മഹാശാസ്ത്രജ്ഞന്മാര്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ മഹാശാസ്ത്രജ്ഞന്മാരുടെ ഉൾവിളിയിൽ നിന്ന്, ഉൾക്കണ്ണിൽ അവർ കണ്ടറിഞ്ഞു, ഭൂമിക്ക് മുകളിലൂടെ ഒഴുകുന്ന കാന്തിക ഊർജത്തെ തളം കെട്ടി നിർത്തി അധ്യാത്മവത്കരിച്ചാൽ മനുഷ്യരാശിക്ക് സമാധാനം ഉണ്ടാകാൻ സഹായകമാകും. അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം, ഈ സർവവ്യാപിയെ എങ്ങനെയാ നിങ്ങൾ തളം കെട്ടി നിർത്തുക? വീട്ടിൽ കുളവും കിണറും ഒക്കെ കുഴിച്ചിട്ടുണ്ടോ? ഉണ്ട്. സർവവ്യാപിയല്ലേ ഭൂമിക്കടിയിലൂടെ വെള്ളം? ജിയോഗ്രഫിയിൽ പഠിച്ചിട്ടില്ലേ ഈ എർത്ത് ടേബിൾ കഴിഞ്ഞാൽ പിന്നെ ഈ ക്രസ്റ്റിന്റെ താഴെയുള്ളത് വാട്ടർ ടേബിൾ ആണ് എന്ന്? ഭൂമിക്കടിയിലൂടെ സർവവ്യാപിയായി ഒഴുകുന്ന വെള്ളത്തിന്റെ സർവവ്യാപിത്വം നമ്മുടെ വീടുകളിലും കിണറുകളും കുളങ്ങളും ഉണ്ടാക്കിയാൽ ഇല്ലാതെയായിട്ടുണ്ടോ? കുഴൽക്കിണറൊക്കെ വരുന്നതിന് മുമ്പത്തെ കാര്യമായി പറയണം. കുഴൽക്കിണർ വരുമ്പോഴും സർവവ്യാപിത്വം കുറയുന്നില്ല, ക്വാണ്ടിറ്റി കുറയുന്നു. അപ്പോൾ സർവവ്യാപിത്വം തളം കെട്ടി നിർത്തിയാൽ ഇല്ലാതെ ആകില്ല. ഫാൻ ഇട്ടിട്ടുണ്ട് ഇവിടെ പല സ്ഥലത്തും. ഈ മുറിയിലെ വായുവിന്റെ സാന്ദ്രത ഈ ഫാനിന്റെ താഴെ കൂടുതലായിരിക്കും. അതുകൊണ്ട് പുറകിൽ നിന്ന് ആരെങ്കിലും എഴുന്നേറ്റെന്ന് പറയുമോ, ഒന്ന് ഫാൻ ഓഫാക്കുമോ, എനിക്ക് ശ്വാസം മുട്ടുന്നു എന്ന് പറയുകയല്ല. സർവവ്യാപിത്വത്തെ ഇല്ലാതെയാക്കാതെ അതിനെ തളം കെട്ടി നിർത്താൻ സാധിക്കും. ഫിസിക്സിലും അങ്ങനെ ഒരു സാധനമുണ്ട്, ഹോളോഗ്രാം എന്നാ പറയാ. അതായത് ഒരു ഹോളോഗ്രാം പടത്തിന്റെ ഒരു ഭാഗം പൊട്ടിച്ചെടുത്ത് അത് വികസിപ്പിച്ചാൽ അതിൽ മുഴുവൻ ചിത്രവും കാണാൻ സാധിക്കും. അതായത് ഒരു ഭാഗത്തിനകത്ത് മുഴുവനും, ദ ഹോൾ ഇൻ ദ പാർട്ട്, ഹോളോഗ്രാമിൽ കാണാം. അപ്പോൾ അതിന്റെ സർവവ്യാപിത്വത്തിന് ഒരു കോട്ടവും തട്ടുന്നില്ല ഈ തളം കെട്ടി നിർത്തുന്നത് കൊണ്ട്. ഈ തളം കെട്ടി നിർത്തുന്നത് എങ്ങനെയാ? അപ്പൊ അടുത്ത ചോദ്യം വരും, ഞങ്ങൾക്ക് എവിടെ വേണേലും സിനിമാ തിയേറ്റർ പണിയാം, നിങ്ങൾ എവിടെ വേണേലും അമ്പലം പണിയോ? ഇല്ല, ഞങ്ങൾ എവിടെ വേണേലും അമ്പലം പണിയില്ല. എന്താ കാരണം? ഭൂമിക്കടിയിലൂടെ വെള്ളം ഒഴുകുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. എവിടെ വേണമെങ്കിലും കുഴിച്ചാൽ കിണറുണ്ടാവാം, വെള്ളം കിട്ടണം. എന്താ എവിടെ വേണമെങ്കിലും കുഴിക്കാതെ ചില പ്രത്യേക സ്ഥാനത്ത് മാത്രം കുഴിക്കണേ? ചില പ്രത്യേക സ്ഥാനത്ത് കുഴിച്ചാൽ കിട്ടുന്ന വെള്ളം മാത്രമേ മനുഷ്യന് ഉപയോഗപ്രദമാകുകയുള്ളൂ. ബോർവെൽ കുഴിച്ചിട്ടുള്ളവർക്ക് അറിയാം, എവിടെയെങ്കിലും കുഴിച്ചാൽ വെള്ളം കിട്ടും, പക്ഷെ ഉപയോഗിക്കാൻ പറ്റില്ല. മനുഷ്യന് ഉപയോഗപ്രദമാകണമെങ്കിൽ ചില പ്രത്യേക സ്ഥലത്ത് കുഴിക്കണം. അതുപോലെ മനുഷ്യന് ഉപയോഗപ്രദമാകണമെങ്കിൽ ചില പ്രത്യേക സ്ഥലത്ത് ക്ഷേത്രം പ്രതിഷ്ഠിക്കണം. എവിടെയെങ്കിലും പ്രതിഷ്ഠിച്ചാൽ പറ്റില്ല. ഇത് ഈശ്വരന് വേണ്ടിയിട്ടല്ല, മനുഷ്യന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് മനുഷ്യരാശിക്ക് ഗുണമുണ്ടാകുന്ന സ്ഥലത്ത് വേണം അത് പ്രതിഷ്ഠിക്കാൻ. അപ്പൊ ആരെയാണ് പ്രതിഷ്ഠിക്കാൻ ഈ സ്ഥലം നല്ലതാണോ എന്ന് നോക്കാൻ വിളിക്കേണ്ടത്? വാസ്തുശില്പിയെ, സ്ഥപതിയായ വാസ്തുശില്പിയെ വിളിച്ചുകൊണ്ടുവന്ന് ഭൂമിക്ക് മുകളിലൂടെ ഒഴുകുന്ന കാന്തികോർജം നല്ലതാണോ എന്ന് പരിശോധിക്കണം. ഭൂമിയും ഭൂമിയുടെ കാന്തികോർജവും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭൂപരീക്ഷയിലൂടെ കാന്തികോർജത്തെ മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം ഭൂപരിശോധനയൊക്കെ നടത്തി സ്ഥലം നല്ലതാണ് എന്ന് വിധിക്കും. നല്ലതാണ് എന്ന് വിധിച്ചു കഴിഞ്ഞാൽ ഒരു തന്ത്രിയെ കൊണ്ടുവരും. തന്ത്രി വന്ന് ആ ക്ഷേത്രത്തിന്റെ പരിധിയിൽ ആ പ്ലാശിന്റെ ഇല കൊണ്ടൊരു തൂപ്പുണ്ടാക്കി, പിള്ളേരെ തൂപ്പ് കളിക്കുന്നത് പോലത്തെ ഒരു തൂപ്പുണ്ടാക്കി, ഒരൊറ്റ മുണ്ട് തറ്റുകൊടുത്ത് ആ ഭൂമി മുഴുവനൊന്ന് അടിച്ചു വാരി വൃത്തിയാക്കി ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. അല്ലയോ സൂക്ഷ്മജീവികളെ, ഈ ഭൂമി വിട്ട് നിങ്ങൾ പോകണം, കാരണം ഞാൻ ഇത് അയ്യപ്പസ്വാമിക്ക് സമർപ്പിക്കാൻ പോകുന്നു. യജമാനു വേണ്ടിയിട്ടാണ് ആചാര്യൻ പറയുന്നത്. അപ്പോ 19-ാം നൂറ്റാണ്ടിന്റെ രണ്ടാമത്തെ പകുതി വരെ
14-ാം നൂറ്റാണ്ടിലെ ടെക്സ്റ്റില്, തന്ത്രസമുച്ചയം എന്ന ടെക്സ്റ്റില് എഴുതിയ ഒരു ക്രിയയാണ് ഞാനിപ്പോ വിവരിച്ചത്. 19-ാം നൂറ്റാണ്ടിന്റെ രണ്ടാമത്തെ പകുതി വരെ, അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിന്റെ രണ്ടാമത്തെ പകുതി വരെ ഇതൊക്കെ മോശമാണ്, പ്രാകൃതമാണെന്നൊക്കെ പറയാമായിരുന്നു ഇവിടുത്തെ യുക്തിവാദികൾക്ക്. ഇപ്പൊ പറയാൻ പറ്റില്ല. എന്താ കാരണം എന്നറിയോ? അവരേറ്റവും വലുതായിട്ട് കരുതുന്ന ഒരു ശാസ്ത്രമുണ്ട്. അത് കേട്ടാൽ രോമാഞ്ചം ഉണ്ടാവും. എൻവയറമെന്റൽ സയൻസ്, ഈക്കോളജിക്കൽ ഇഷ്യൂസ്, പാരിസ്ഥിതിക പ്രശ്നം. രോമാഞ്ചുണ്ടായി പല യുക്തിവാദികൾക്കും പുരോഗമനാശയങ്ങൾക്കും ഈ ചില വാക്കുകൾ കേട്ടാൽ രോമാഞ്ചുണ്ടാവും.